ഉറക്കത്തിൽ എന്തോ ശബ്ദം കേട്ടാണ് യാദവ് കണ്ണു തുറന്നത്. അവൻ്റെ ശ്രദ്ധ ആദ്യം പോയത് ബെഡിലേക്കാണ്. എന്നാൽ ബെഡിൽ എണീറ്റിരിക്കുന്ന ആമിയെ ഡിം ലൈറ്റിൻ്റെ ചെറിയ പ്രകാശത്തിൽ കണ്ടതും അവൻ വേഗം മുറിയിൽ ലൈറ്റിട്ടു. ബെഡിൽ കാൽ നീട്ടി വെച്ചിരുന്ന് കരയുന്ന ആമിയെ കണ്ടതും അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നോർത്ത് അവന് പേടിയാവാൻ തുടങ്ങി. എന്താ ആമി, എന്തു പറ്റി? അവളുടെ തോളിൽ കൈവച്ച് ചോദിക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി അവൾ. എനിക്ക് വല്ലാതെ കാല് വേദനിക്കുന്നു. രണ്ട് കാലിന് മുട്ടിൽ പിടിച്ചുകൊണ്ട് വേദനയോടെ പറയുന്ന ആമിയെ കണ്ടതും അവന് വല്ലാതെയായി. ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അത് പതിവില്ലാതെ ഇന്ന് ഒരുപാട് നേരം നടന്നില്ലേ, അതുകൊണ്ടാ എന്ന് പറയുന്നതിൻ്റെ കൂടെ അവൾക്കിരിക്കാൻ പാകത്തിന് അവൻ ഹെഡ് റെസ്റ്റിനോട് ചേർത്ത് പില്ലോ അഡ്ജസ്റ്റ് ചെയ്തു കൊടുത്തു. എന്നിട്ട് ആമിയെ നന്നായി ചാരിയിരുത്തി. പിന്നെ ബെഡിൽ നിന്നും എണീറ്റ് അവളുടെ കാലിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. അവളുടെ രണ്ട് കാലുകളും അവൻ്റെ മടിയിലേക്ക് വെച്ച് പതിയെ പിടിച്ചു കൊടുത്തു. അവൻ്റെ പ്രവൃത്തികൾ ഓരോന്ന് വീക്ഷിച്ചിരുന്ന അവൾ പെട്ടെന്ന് അവൻ തൻ്റെ കാലെടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ചതും ഒന്ന് ഞെട്ടിയിരുന്നു. എന്നാൽ അവൾ തൻ്റെ കാൽ പിൻവലിക്കുന്നതിന് മുൻപ് അവൻ അവളുടെ കാൽ പതിയെ പിടിച്ചു കൊടുത്തു. ആദ്യം അവൻ്റെ ആ പ്രവൃത്തി അസഹനീയമായി തോന്നിയെങ്കിലും പിന്നീട് തൻ്റെ കാലിൻ്റെ വേദന പതിയെ ഇല്ലാതാകുന്നത് ആമി തിരിച്ചറിഞ്ഞു. ഹെഡ് റെസ്റ്റിലേക്ക് ചാരിക്കിടന്ന് കണ്ണുകൾ അടയ്ക്കുമ്പോൾ വേദനയില്ലാതെ ആശ്വാസത്തിൽ അവളുടെ കണ്ണുകളും അടഞ്ഞു പോയിരുന്നു. തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കെ ആമിയുടെ ശബ്ദമൊന്നുമില്ലാതായതും യാദവ് ആമിയെ ഒന്ന് തല ഉയർത്തി നോക്കി. ഹെഡ് റെസ്റ്റിലേക്ക് ചാരിക്കിടന്ന് കണ്ണുകൾ അടച്ചുറങ്ങുന്ന അവളെ കണ്ടതും അവൻ അവളോട് വാത്സല്യം തോന്നി. ഇരിക്കുന്നിടത്തു നിന്ന് പതിയെ എഴുന്നേറ്റ് ആമിയുടെ അടുത്തേക്ക് പോയി പില്ലോ അഡ്ജസ്റ്റ് ചെയ്ത് അവളുടെ ഉറക്കത്തിന് ശല്യം ചെയ്യാതെ വളരെ ശ്രദ്ധിച്ച് ബെഡിലേക്ക് ചേർത്ത് കിടത്തി. ഉടനെ ഒന്ന് കുറുകിക്കൊണ്ട് ആമി അവനോട് ചേർന്ന് കിടന്നു. ഒരു ചെറിയ ചിരിയോടെ യാദവ് അവളെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് അവന് തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ഫോൺ കയ്യിലെടുത്ത് സമയം നോക്കി. സമയം വെളുപ്പിന് 4:30. ഇനിയും ഇതുപോലെ തന്നെ കിടന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയതും പതിയെ ആമിയിൽ നിന്ന് അവൻ അടർന്നു മാറി ബാത്റൂമിലേക്ക് പോയെന്ന് ഫ്രഷായി. പിന്നെ പതിവ് പോലെ നേരെ ജിമ്മിലേക്കും. കൃത്യം 7 മണിക്ക് അവൻ റെഡിയായി ഓഫീസിലേക്ക് പുറപ്പെടുമ്പോഴും ആമി നല്ല ഉറക്കമാണ്. കണ്ണുകളടച്ച് പൂച്ചക്കുട്ടിയെ പോലെ ഉറങ്ങുന്നവളെ കണ്ടതും അവനെ തലേന്ന് രാത്രി വേദന കൊണ്ട് കലങ്ങിയ കണ്ണുമായിരിക്കുന്ന ആമിയെ ഓർമ്മ വന്നു. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി അവൾ അനുഭവിക്കുന്ന ഓരോ ചെറിയ വേദനയും അവന് വലുതായിരുന്നു. എന്തെന്നാൽ അവൾ അനുഭവിക്കുന്ന വേദനയുടെ ഇരട്ടി മാനസിക സമ്മർദ്ദം അവൻ അനുഭവിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് ചെന്ന് വാത്സല്യത്തോടു കൂടി ആ നെറ്റിയിൽ ഒന്ന് തലോടിയതിനു ശേഷം വേഗം തൻ്റെ ഫോണും കയ്യിലെടുത്ത് അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. സുഖമായി ഉറങ്ങുന്ന ആമിയെ ഒന്ന് നോക്കിക്കൊണ്ട് മുറിയുടെ കതകടച്ച് നേരെ ഹാളിലേക്ക് പോയി. ഉടനെ അവനുള്ള കാപ്പിയുമായി ഇന്ദുവമ്മ വന്നതും അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ തൻ്റെ കാപ്പി ചുണ്ടോട് ചേർത്തു. രാത്രി ആമിക്ക് നല്ല കാലുവേദനയായിരുന്നു. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഗൗരവത്തിലാണ് പറയുന്നതെങ്കിലും അവൻ്റെ ഉള്ളിൽ ആമിയെക്കുറിച്ചുള്ള ആകുലത അവർ തിരിച്ചറിഞ്ഞിരുന്നു. ഇന്നലെ കുറച്ചു ദൂരം നടന്നതിൻ്റെ ആകും, അത് കുഴപ്പമില്ല, ഇതൊക്കെ സാധാരണയാ. പിന്നെ ഈ പേരിൽ നടത്തം നിർത്തണ്ട. ആമി മോൾക്ക് 7 മാസം കഴിയാറായില്ലേ? 7 കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും ഡെലിവറി ഉണ്ടാകാമെന്നാ. അപ്പോൾ പിന്നെ ശരീരം അനയ്ക്കുന്നത് നല്ലതാ. ഗൗരവത്തിലൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനെ കാത്ത് കാറിനടുത്ത് സേവ്യർ നിൽക്കുന്നുണ്ടായിരുന്നു. യാദവ് കാറിലേക്ക് കയറിയ ഉടനെ സേവ്യർ കാറെടുത്തു. എന്നാൽ യാദവിൻ്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. ഡെലിവറിക്ക് ഇനി അധികം ദിവസമില്ല എന്നോർക്കെ അവൻ്റെ ഉള്ളിൽ പേടി വന്ന് നിറഞ്ഞു തുടങ്ങി. എന്തോ ആലോചിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന യാദവിനെ ശ്രദ്ധിക്കുകയായിരുന്നു സേവ്യർ. ജിതനെങ്കിൽ വിളിച്ചിരുന്നു. അവൻ്റെ ശ്രദ്ധ നേടാൻ എന്നോണം സേവ്യർ പറഞ്ഞതും യാദവിൻ്റെ ശ്രദ്ധ അവനിലേക്ക് പോയി. തന്നെ യാദവ് ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞതും സേവ്യർ സംസാരിച്ചു തുടങ്ങി. ആമിയുടെ പ്രസവക്കൂട്ട് നടത്തണമെന്നാങ്കിൽ പറയുന്നത്. എന്നാൽ സേവ്യർ പറഞ്ഞത് മനസ്സിലാവാതെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു യാദവ്. മനസ്സിലായില്ല? അതൊരു ചടങ്ങാണ്. ഗർഭിണികളെ പ്രസവത്തിന് വേണ്ടി അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങ്. 7-ാം മാസത്തിൽ കൊണ്ടുപോയാൽ പിന്നെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുമായോ അവർ തിരിച്ചു വരൂ. അതുവരെ അവരവരുടെ വീട്ടിൽ നിൽക്കും. ജിതനങ്കിൾ പറഞ്ഞത് അടുത്ത ആഴ്ച വന്ന് ആമിയുടെ പ്രസവക്കൂട്ടം നടത്തി കാളിയാർ മഠത്തിലേക്ക് കൊണ്ടുപോകാമെന്ന. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആമി തൽക്കാലം എവിടെയും പോകുന്നില്ല. അവളും കുഞ്ഞും എൻ്റെ കൂടെ വില്ലയിൽ തന്നെ നിൽക്കും. ഗൗരവത്തിലായിരുന്നു അവൻ്റെ മറുപടി. സേവ്യനെ നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ തന്നെ യാദവ് പറഞ്ഞു. പക്ഷേ സർ, ആമി ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹമല്ലേ അവളുടെ വിവാഹവും ഗർഭാവസ്ഥയുമെല്ലാം. എന്നാൽ ആമിക്കിതൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ആഗ്രഹങ്ങൾ നമ്മളെല്ലാം നടത്തി കൊടുക്കേണ്ടത് സർ. യാദവിനെ നോക്കിയൊന്ന് ഇടം കണ്ണിട്ടുകൊണ്ട് സേവ്യർ പറഞ്ഞതും ആ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൻ. താൻ പറയുന്നത് ശാന്തമായി കേട്ടിരിക്കുന്ന യാദവിനെ നോക്കിക്കൊണ്ട് സേവ്യർ സംസാരിച്ചു തുടങ്ങി. ആമിക്ക് ബന്ധുക്കൾ ആരുമില്ലാത്ത സ്ഥിതിക്ക് അവളുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ചടങ്ങുകൾ കാളിയാർ മടത്തുകാർ ചെയ്യാമെന്നാണ് അങ്കിൾ പറഞ്ഞത്. സ്ത്രീകളെല്ലാവരും പലഹാരവുമായി വന്ന് ചടങ്ങനുസരിച്ച് ആമിയെ കൊണ്ടുപോകും. പിന്നെ ഡെലിവറി അവിടെ വെച്ചായിരിക്കുമല്ലോ. എന്നാൽ അപ്പോഴും ഒന്നും പറയാതെ നിൽക്കുന്ന യാദവിനെ കണ്ടതും അവൻ ചടങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്ന് സേവ്യറിന് മനസ്സിലായി. പിന്നെയും യാദവിനെ നോക്കിക്കൊണ്ട് സേവ്യർ ചടങ്ങിൻ്റെ മറ്റു കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴും അത് കേട്ട് നിൽക്കുകയല്ലാതെ അവൻ മറ്റൊന്നും സംസാരിച്ചില്ല. കുറച്ച് സമയത്തിനു ശേഷം ഓഫീസിന് മുൻപിൽ ആ കാറ് നിന്നതും അതിൽ നിന്നിറങ്ങി നേരെ അവൻ്റെ ക്യാബിനിലേക്ക് പോയി. നന്നായി ഉറങ്ങി ആമി എഴുന്നേൽക്കുമ്പോൾ സമയം 9 മണി. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഇന്നലെ രാത്രി ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ കാലുവേദനയാണ്. എന്നാൽ പ്രതീക്ഷിക്കാതെ യാദവ് എഴുന്നേറ്റ് കാൽ പിടിച്ചു കൊടുത്തത് കൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മെല്ലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി. അടുക്കളയിലെത്തിയപ്പോഴേക്ക് ഇന്ദു അമ്മ അവൾക്ക് കഴിക്കാനുള്ള റാഗിപ്പുട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു. കാൽവേദന കൊണ്ട് രാത്രി ഉറങ്ങിയില്ലെന്ന് സാർ പറഞ്ഞത് കൊണ്ടാ ഞാൻ മോളെ വിളിക്കാതിരുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് മോളെ? അവളുടെ അടുത്തേക്ക് നോക്കിക്കൊണ്ട് വാത്സല്യത്തോടെ ഇന്ദു അമ്മ ചോദിച്ചതും അവളൊന്ന് ചിരിച്ചു. കുറവുണ്ടമ്മേ. യാദവ് സാർ ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ണൊക്കെ ആകെ ചുവന്നിറങ്ങിയിട്ടുണ്ട്. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അമ്മയുടെ മനസ്സിലേക്ക് വന്നത് ക്ഷീണം കൊണ്ട് അടഞ്ഞു പോകുന്ന തൻ്റെ കണ്ണുകളെ അതിനനുവദിക്കാതെ തുറന്നു പിടിച്ചു വേദന കൊണ്ട് പുളയുന്ന തൻ്റെ കാലുകൾ തിരുമുന്ന അവൻ്റെ ചിത്രമാണ്. ആമിയോട് ഇന്ദുവും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ഫോൺ റിങ് ചെയ്തത്. 1 മിനിറ്റ് മോളെ. ആമിയെ നോക്കിക്കൊണ്ട് ഇന്ദു അമ്മ പറഞ്ഞ് ഫോൺ എടുത്തു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് ഇന്ദു അമ്മ സംസാരിക്കുന്നത് ആമി ശ്രദ്ധിച്ചിരുന്നില്ല. അവളുടെ ശ്രദ്ധ മുഴുവൻ ഭക്ഷണത്തിലായിരുന്നു. പെട്ടെന്ന് ഫോൺ വെച്ച് ഇന്ദു അമ്മ ആമിയുടെ അടുത്തേക്ക് പോയി. 100 ആയുസ്. യാദവ് സാറാ വിളിച്ചത്. ഓഫീസിൽ നിന്ന് പോയിട്ടെന്ന് 3ാമത്തെ വിളിയാ. ആമി എഴുന്നേറ്റോ? കാലുവേദന കുറവുണ്ടോ? ഹോസ്പിറ്റൽ പോകണോ? എന്തെങ്കിലും കഴിച്ചോ? ഗർഭമോൾക്കാണെങ്കിലും അതിൻ്റെ വേദനയും ടെൻഷനും അനുഭവിക്കുന്നത് സാറാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പോയാൽ ഡെലിവറിക്ക് മോൾ ഹോസ്പിറ്റൽ കിടക്കുമ്പോൾ BP കൂടി സാറിനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഒരു ചെറിയ ചിരിയോടെ അത് പറഞ്ഞുകൊണ്ട് ഇന്ദു അമ്മ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. എന്നാൽ അവർ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവളുടെ മനസ്സ്. യാദവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നതും അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. പിന്നെ വേഗം കഴിച്ചെഴുന്നേറ്റു. പതിവ് പോലെ ഇന്നത്തെ ഓഫീസ് വർക്കും വേഗം തീർത്തുകൊണ്ട് യാദവ് ഒരു 3 മണിക്കായപ്പോഴേക്കും ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് മാമിയെ കൊണ്ട് ബീച്ചിൽ പോകണം. കുറച്ചു നേരം നടക്കുന്നതിനേക്കാൾ അവൾക്ക് ബീച്ച് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവനറിയാം. എന്നാൽ ഇന്നലെ യാദവ് വന്ന സമയമാകാൻ ഇനിയും കുറച്ച് മിനിറ്റുകൾ കൂടെ കഴിയണമെന്നുള്ള ഓർമ്മയിൽ മുറിയിൽ ചടഞ്ഞിരിക്കുകയാണ് ആമി. അതവനെ കാണാനുള്ള ഇഷ്ടമല്ല, ഇന്നലത്തേതുപോലെ കുറച്ചു നേരം കടൽക്കരയിൽ ചിലവഴിക്കാനുള്ള കൊതി കൊണ്ടാണ്. എന്നാൽ പെട്ടെന്ന് യാദവിൻ്റെ കാറ് വന്ന് നിന്നതും അവളുടെ കണ്ണുകൾ വിടർന്നു. പിന്നെ ഒന്നും അറിയാത്ത പോലെ കയ്യിൽ കിട്ടിയ ഒരു ബുക്ക് പിടിച്ചിരിപ്പായി. അന്നും പതിവ് പോലെ ഫ്രഷായ ഉടനെ യാദവ് അവളെ കൂട്ടി ബീച്ചിലേക്ക് പോയി. ഇന്നലെ ഒന്ന് വീഴാൻ പോയതുകൊണ്ട് യാദവ് അവളുടെ കൈ പിടിച്ച് അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആമിയും എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ അവനോട് ചേർന്ന് നടന്നു. കുറച്ച് സമയം നടന്നതും ആമി വല്ലാതെ കിതക്കാൻ തുടങ്ങി. യാദവ് പതിയെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അടുത്തുള്ള സിമെന്റ് ബെഞ്ചിലേക്കിരുന്നു. പെട്ടെന്ന് യാദവിൻ്റെ ഫോൺ റിങ് ചെയ്തതും അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഒരു അർജൻറ്റ് കോളാണ്, എവിടെയും പോകരുത്, ഞാൻ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചിട്ട് വേഗം വരാം. അവനെ നോക്കിയൊന്ന് മൂളിക്കൊണ്ട് ആമി ശ്വാസമെടുത്തതും തൻ്റെ കയ്യിലുള്ള വാട്ടർ ബോട്ടിൽ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ ഫോൺ ചെവിയോട് ചേർത്തു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ബോട്ടിൽ വാങ്ങിയതും അവളെ നോക്കിയാൽ കാണുന്ന ആളൊഴിഞ്ഞ ഒരിടത്തേക്ക് അവൻ മാറി നിന്നു. അവനെ നോക്കി അവളും അവിടെ തന്നെ ഇരുന്നിരുന്നു. ബോട്ടിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം ആമി ബെഞ്ചിലെ ഒന്ന് നിവർന്നിരുന്നു. ഹലോ, ചേച്ചിയുടെ പേരെന്താ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആമി നോക്കിയതും ആ ബെഞ്ചിൻ്റെ ഒരു സൈഡിലായിരിക്കുന്ന ഒരു പെൺകുട്ടിയിലേക്ക് അവളുടെ ശ്രദ്ധ പോയി. തന്നെ നോക്കി ചിരിക്കുന്നവളെ ആമിയും ഒന്ന് ചിരിച്ചു. ആമി, ഞാൻ രഞ്ജന. അത് പറഞ്ഞുകൊണ്ട് അവൾ ആമിക്ക് നേരെ കൈ നീട്ടിയിരുന്നു. ചേച്ചിക്ക് എത്ര മാസമാ? വിടർന്ന കണ്ണുകളോട് ആ കുട്ടി ചോദിച്ചതും ഒരു പുഞ്ചിരിയോടെ ആമി മറുപടി പറഞ്ഞു, 7. പിന്നെയും കുറച്ചു നേരം രഞ്ജന ആമിയോട് വാത്തോരാതെ എന്തൊക്കെയോ പറഞ്ഞു. ആളൊരു കാന്താരിയായ വായാടിയാണെന്ന് ആമിക്ക് മനസ്സിലായി.
സത്യത്തിൽ ആമിക്ക് സംസാരിക്കാൻ പോലും സമയം കൊടുക്കാതെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആമിയുടെ അടുത്ത് ആരോ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ കോൾ കട്ട് ചെയ്തുകൊണ്ട് യാദവ് വേഗം അവളുടെ അടുത്തേക്ക് പോയി. ആമി. ഗൗരവത്തിലുള്ള ഒരാളുടെ ശബ്ദം കേട്ടതും അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന നിരഞ്ജനയുടെ ശ്രദ്ധ അവനിലേക്ക് പോയി. അതുപോലെ ആമിയുടെയും. മതി, ഇനി തിരിച്ചു പോകാം. ആമിയെ നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ അത് പറയുമ്പോൾ നിരഞ്ജനയെ ഒന്ന് നോക്കി പേടിപ്പിക്കാനും അവർ മറന്നില്ല. എന്നാൽ അത് കേട്ടതും നിരഞ്ജനയ്ക്ക് വല്ലാതെയായി. അത് ആമിയും യാദവും ശ്രദ്ധിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. പറ്റില്ല, ഇന്ന് ഇത്ര നടന്നാൽ മതി, ഇനി നാളെ വരാം. അത് പറഞ്ഞുകൊണ്ട് യാദവ് ആമിയുടെ കയ്യിൽ പിടിച്ചതും അവരുടെ ഇടയിൽ നിരഞ്ജന കയറി. അതെ ചേട്ടാ, ചേച്ചി കുറച്ചു നേരം കൂടെ ഇരുന്നോട്ടെ. തിരക്കുണ്ടേ ചേട്ടൻ പൊക്കോ, ഞാൻ ചേച്ചിയെ വീട്ടിലാക്കിക്കോളാം. ആമിയുടെ കയ്യിൽ പിടിച്ച് യാദവിനെ കയ്യിൽ തടഞ്ഞുകൊണ്ട് നിരഞ്ജന പറഞ്ഞതും യാദവിൻ്റെ മുഖത്ത് ദേഷ്യം അരിച്ചു കയറി. അതേസമയം നിരഞ്ജനയുടെ പ്രവൃത്തി കണ്ട് ആമിക്ക് വല്ലാതെയായിരുന്നു. എൻ്റെ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുവരാനും എനിക്കറിയാം, അതിലിടപെടാൻ നീയാരാ? ദേഷ്യത്തോടെ യാദവ് നിരഞ്ജനയ്ക്ക് നേരെ ശബ്ദമുയർത്തിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സത്യത്തിൽ അവൻ്റെ പ്രവൃത്തി അവളെ അത്രത്തോളം ഭയപ്പെടുത്തിയിരുന്നു. ആമി വാ. ഉടനെ അവളുടെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ കാറിനടുത്തേക്ക് നടന്നു. എന്നാൽ ആ പെൺകുട്ടിയുടെ നിറഞ്ഞ കണ്ണുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൾ. ഒന്നും മിണ്ടാതെ ഡോറിനോട് ചേർന്നിരിക്കുന്ന ആമിയെ അവനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യാദവ് ആമിയോടൊന്നും പറഞ്ഞില്ല. കുറച്ചു നേരത്തിന് ശേഷം വില്ലയിലെത്തിയതും യാദവ് വേഗം ഡോറ് തുറന്ന് അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ഒന്ന് കുളിച്ച് ഫ്രഷായി ആമി ബെഡിലേക്ക് ഇരുന്നതും പതിവ് പോലെ അവൾക്കുള്ള ജ്യൂസുമായി അവൻ വന്നിരുന്നു. എന്നാൽ ആമി ആകെ അസ്വസ്ഥമായിരുന്നു. അവളുടെ മനസ്സ് നിറയെ നിരഞ്ജനയായിരുന്നു. അവളെ സങ്കടപ്പെടുത്തിയ യാദവിനോട് അവൾക്ക് ദേഷ്യം തോന്നി. അതുകൊണ്ടാണ് തനിക്ക് ജ്യൂസുമായി വരുന്ന യാദവിനെ കണ്ടതും അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ നിന്നത്. എന്നാൽ അവളുടെ നീക്കം മനസ്സിലാക്കിയതുപോലെ യാദവിൻ്റെ പിടി അവളുടെ കയ്യിൽ വീണിരുന്നു. ഞാൻ ആ പെണ്ണിനോട് ദേഷ്യപ്പെട്ടതിനല്ലേ നീ ഇപ്പോൾ പിണങ്ങി പോകുന്നത്? തൻ്റെ ഉള്ളറിഞ്ഞതുപോലെയുള്ള അവൻ്റെ സംസാരത്തിൽ അവൾക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഇപ്പോൾ അവളുടെ ഓരോ ചിന്തകളും അവളേക്കാൾ മനസ്സിലാക്കാൻ അവന് കഴിയുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാനും നിന്നില്ല. അവളുടെ പേര് നിരഞ്ജന എന്നല്ല, ആൻസി ഫ്രാൻസിസ്. ഒരു ഞെട്ടലോടെ ആമി തിരിഞ്ഞു നോക്കിയതും യാദവ് തൻ്റെ കയ്യിലുള്ള ഫോൺ അവൾക്ക് നേരെ നീട്ടി. അതിൽ തെളിഞ്ഞു കാണുന്നവളുടെ ചിത്രത്തിലായിരുന്നു അവളുടെ കണ്ണുകൾ. താൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് കണ്ടവളിൽ നിന്ന് നോട്ടത്തിലും ഭാവത്തിലും വളരെ വ്യത്യസ്തയായിരുന്നു അവൾ. ആമിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. എന്നാൽ അതിന് മനസ്സിലാക്കിയതുപോലെ അവളെ നോക്കിക്കൊണ്ട് യാദവ് സംസാരിച്ചു തുടങ്ങി. ആരെയും കണ്ണടിച്ച് വിശ്വസിക്കരുത് ആമി, ചുറ്റും ശത്രുക്കളാണ്. എന്നോടുള്ള പക നിന്നെ വെച്ച് തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നവർ നിന്റെ അടുത്തേക്ക് ആൻസിയെ അയച്ചത്. അവൻ്റെ വാക്കുകൾ ആമിയിൽ വല്ലാത്ത ഭയമുണ്ടാക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു. അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചു. എന്നാൽ അവളുടെ ഭയം മനസ്സിലാക്കിയതുപോലെ ആ കൈകൾ മുകളിൽ അവൻ്റെ കൈ വന്ന് പതിഞ്ഞിരുന്നു. അവൻ്റെ സ്പർശനം അറിഞ്ഞതും നിറഞ്ഞ കണ്ണുകളോടെ ആമി അവനെ തല ഉയർത്തി നോക്കി. നിന്റെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും കൂടെ എപ്പോഴും ഞാനുണ്ടാകും ആമി. നിങ്ങളുടെ നേർക്കൊരു പോറൽ പോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല. ഇനി എന്നെ മറികടന്ന് നിന്നെ ആർക്കെങ്കിലും തൊടണമെങ്കിൽ അതിനു മുൻപ് എൻ്റെ ജീവൻ എടുത്തിരിക്കണം. അവളുടെ കൈകൾ കവർന്നുകൊണ്ട് അവനത് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾക്ക് വല്ലാത്ത കട്ടിയുണ്ടായിരുന്നു, വല്ലാത്തൊരു ഉറപ്പും. മതി, വന്ന് എന്തെങ്കിലും കഴിക്ക്, എന്നിട്ട് കിടന്നു. അത് പറഞ്ഞുകൊണ്ട് തന്നെ യാദവ് ആമിയെ ചേർത്ത് പിടിച്ച് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോയി. രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കഴിച്ചു കഴിഞ്ഞ് യാദവ് ആമിക്ക് കുടിക്കാനുള്ള വെള്ളവുമായി നേരെ മുറിയിലേക്ക് പോയി. സാധാരണ ബീച്ചിൽ പോയി വന്നതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞ ഉടനെ കിടക്കാറാണ്. എന്നാൽ ഇന്ന് പതിവിന് വിപരീതമായി ജനലിന് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ആമിയെ കണ്ടതും അവൻ്റെ മുഖം സംശയത്തിലൊന്ന് ചുളിഞ്ഞു. ആമിയുടെ മനസ്സ് നിറയെ യാദവായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും അവനിലുണ്ടാകുന്ന മാറ്റം, അവൻ അവളോട് കാണിക്കുന്ന കരുതൽ, എന്തിന് അവൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും അവൻ പെട്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആമി. യാദവിൻ്റെ ശബ്ദം കേട്ടതും ഒരു ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കി. യാദവയാണ്. അവനെ ഒന്ന് നോക്കുകയല്ലാതെ ഒന്നും പറയാതെ അവൾ പുറത്തേക്ക് നോക്കി നിന്നു. എന്നാൽ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് യാദവ് അവളുടെ അടുത്തേക്കിരുന്നു. 7-ാം മാസ ചടങ്ങ് നടത്തുന്നതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ?